ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ. നമുക്ക് കസ്റ്റമർ അയച്ചു തന്ന ഡിസൈനാണേ. ഈ ഒരു 3 കളർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഡോക്ടർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ആളെൻ്റെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് കേട്ടോ. അവർക്കിങ്ങനെ സിമ്പിളായിട്ട് അവിടെ ഇവിടെ ഒരു ജസ്റ്റ് ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ ചെയ്യാനെന്നും ഉണ്ടാവാറ്. എല്ലാം ത്രെഡ് വർക്കാണ് അധികം ചെയ്യാറുള്ളത്. ഡെയിലി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഡെയിലി ഒരുപാട് ഡ്രസ്സുകളൊക്കെ ആവശ്യമുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ക്ലോത്തുകളൊക്കെ എടുത്ത് സിമ്പിളായിട്ട് ഇങ്ങനെ എന്നെ കൊണ്ട് വർക്ക് ചെയ്യിക്കാറാണ് കേട്ടോ. ക്ലോത്തൊക്കെ അവർ തന്നെയാണ് കേട്ടോ എടുത്ത് തരുന്നത്. ചിലപ്പോൾ സ്റ്റിച്ചിങ്ങിന് നമുക്ക് തരും, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങും അവരവിടെ അടുത്തുള്ള ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. വർക്ക് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതുപോലെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് അവർ നമുക്ക് കൊടുത്തു വിട്ടിട്ടുള്ളത്. ആ ഒരു നെക്ക് പോർഷൻ്റെ ഭാഗം മാത്രമാണ് കേട്ടോ. എപ്പോഴും ഒരു വെറൈറ്റി കളേഴ്സാണ് കേട്ടോ അവർ സെലക്ട് ചെയ്യുന്നത്. ഇതിലും അതുപോലെ തന്നെയാണ് 3 ത്രെഡ് വെച്ചിട്ടാണ്, ത്രെഡ് കളർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. 2 സൂചി വെച്ചിട്ടുള്ള ഒരു ഫ്ലവേഴ്സ്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഫ്ലവർ നമ്മൾ ചെയ്ത് തുടങ്ങിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ആ ഒരു ഫ്ലവറിൻ്റെ ഓർഡർ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ കാണാൻ ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ ഇത് നടുവിൽ ചെറിയൊരു വലിയ ഫ്ലവറും അതിൻ്റെ 2 സൈഡിലായിട്ട് ചെറിയ ഫ്ലവേഴ്സാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ പിക്കിൽ കാണുന്ന പോലെയുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് സിമ്പിളായിട്ട് സിംഗിളായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ അതിലിങ്ങനെ ഒരു നമുക്ക് തന്ന പിക്കിൽ ഈ ഒരു മോഡലായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മോഡൽ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ചെയ്യുന്ന ഫ്ലവർ കുറച്ച് സിമ്പിൾ ഫ്ലവറാണ് കേട്ടോ. ഇത് നമുക്ക് സിംഗിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ താഴ്ന്ന് സൂചി കുത്തി വലിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ എവിടെയാണോ എൻഡ് പോർഷനുള്ളത് ആ എൻഡ് പോർഷനിലേക്ക് ഇതുപോലെ ഉള്ളിലൂടെ കുത്തി വലിച്ചെടുത്തിട്ട് ഈ ഒരു ത്രെഡ് ആ ഒരു നൂലിലൂടെ ആണ് ചുറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ വലിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഇതിലാവും കേട്ടോ. അങ്ങനെ ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അത് നമ്മൾ ആദ്യം ചെറുതിൽ നിന്ന് വലുതിലേക്ക് വന്നിട്ട് വീണ്ടും ചെറുതിലേക്ക് വരുമ്പോഴാണ് ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ആകൃതി നമുക്ക് കിട്ടുന്നത്. ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് ഹെവി ആൻഡ് സിമ്പിൾ വർക്ക് തന്നെയാണ് കേട്ടോ. ഇതിൽ നടുവിൽ ആ ഒരു ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ കുറച്ച് ഹെവി ആയിട്ടുള്ളത്, അതും കുറച്ച് ടഫായിട്ടുള്ളതും. ബാക്കിയുള്ളത് കുറച്ച് സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതുപോലുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുതേ. നിങ്ങൾ അയച്ചിരുന്ന ഏത് മോഡലിലും ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഏത് കളേഴ്സിൽ വേണമെങ്കിലും നമ്മളിത് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അത് നിങ്ങളുടെ നമ്മൾ തന്നെ ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടും തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒട്ടും വൈകാതെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയാൻ നമ്മളെ അടുത്ത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. കാരണം നമ്മളത് ചെയ്ത് പിന്നെ മാഡത്തിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. പിന്നെ മാഡം തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ക് കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മളൊരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും ഈ ഒരു യൂസ്ഫുൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ. ഇതുവരെയുള്ള സപ്പോർട്ട് വീണ്ടും ഉണ്ടാവണേ. താങ്ക് യു ഫോർ വാച്ചിങ്.